ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു 6 രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ പെട്ടെന്ന് കരയുന്നവരാണ്. അതായത് ആൺകുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിഷമം വരികയും ഒരുപാട് കരയുകയും ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. ചില സ്ത്രീകളുണ്ട്, അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അവർ ആരും കാണാതെയായിരിക്കും കരയുക. രാത്രി കിടക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊന്ന് വഴക്ക് പറയുകയാണ്, നിങ്ങൾ ബോയ്സ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ കാര്യം അപ്പം തന്നെ മറന്ന് അങ്ങ് പോയി. പിന്നെ നിങ്ങൾ ആ കാര്യമേ ഓർക്കുന്നില്ല. എന്നാൽ ഗേൾസ് ഈ കാര്യമൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ടായിരിക്കും അവര് നടക്കുന്നത്. അതായത് അവർക്ക് പെട്ടെന്ന് വിഷമം വരികയും പെട്ടെന്ന് കരയുകയും ചെയ്യുന്നവരാണ് ഈ ഗേൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആണ്. അതായത് ഒരേ സമയം തന്നെ അവര് പല പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കാം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മമാർ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവർ രാവിലെ എണീറ്റിട്ട് പല പല കാര്യങ്ങളായിരിക്കും ഒരേ സമയം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ആ കൂടത്ത് ആ ചായ വെക്കുന്നു, ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, കറി വെക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ അവർ അടുക്കളപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു മീൻകാരൻ വരുന്നത്. അവർ ഓടിച്ചെന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരേ സമയം പല പല ടാസ്കുകളായിരിക്കും അവർ ചെയ്യുന്നത്. ആൺകുട്ടികളും ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. ബോയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ചെയ്യുന്നത് ഗേൾസ് തന്നെയായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേൾവിശക്തിയുള്ളത്, അതായത് ആൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേൾവിശക്തി കൂടുതലുള്ളത് പെൺകുട്ടികൾക്കായിരിക്കും. അവരൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് കേൾക്കുകയും അതുപോലെ തന്നെയാണ് സ്മെല്ല്, ടേസ്റ്റ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നതും സ്ത്രീകളായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലെ കറി വെക്കുകയാണെങ്കിൽ തന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല്, കറക്റ്റ് കാര്യങ്ങൾ അവർക്കറിയാം. ആൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കേൾവിശക്തിയും ഈ സ്മെല്ല്, ടേസ്റ്റ്, ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി മുമ്പോട്ട് നിൽക്കുന്നത് സ്ത്രീകളായിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടായിരിക്കും മാക്സിമം എല്ലാ ഹസ്ബൻഡും വൈഫും ചിലപ്പോൾ ലവേഴ്സൊക്കെ ആണെങ്കിലും അടികൂടുന്നത്. വേറെ ഒന്നുമല്ല, സംസാരമാണ്. നമുക്കറിയാം പെൺകുട്ടികൾ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ലൈഫിൽ ഒരു ചെറിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവള് പറയുന്നത് ഒരു 3-4 ലൈൻ ആക്കിയിട്ടായിരിക്കും. അതായത് ഒരു കുഞ്ഞു കാര്യമുണ്ടെങ്കിൽ പോലും അതിനെ ഒരുപാട് വലുതാക്കി സംസാരിക്കുന്നവരാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബോയ്സ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരത് ചെറുതായിട്ട്, മാക്സിമം ചെറുതാക്കാമോ അത്രയും ചെറുതാക്കിയിട്ടായിരിക്കും അവരത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കും, ആൺകുട്ടികൾ തിരിച്ച് ഒന്നും അധികം അങ്ങോട്ട് സംസാരിക്കില്ല. ഈ ഒരു കാര്യത്തിനായിരിക്കും മാക്സിമം എല്ലാ ഹസ്ബൻഡും വൈഫും ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കുന്നത്. കാരണം ഗേൾസ് പറയും, ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് നീ പറഞ്ഞത് എന്താണ്? ഇത് മാത്രമാണ് നീ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് എന്താ സംസാരിച്ചാൽ എല്ലാ കാര്യം ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ല, ആകെ പറഞ്ഞത് ഇത് മാത്രമാണ് പറഞ്ഞത്, നിനക്ക് എന്നെ കേൾക്കാൻ താല്പര്യമില്ല, എങ്കിലത് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും മാക്സിമം എല്ലാ ഹസ്ബൻഡും വൈഫും അതേപോലെ തന്നെ ലവേഴ്സ് ആണെങ്കിലും വഴക്കുണ്ടാക്കുന്നത്. ആൺകുട്ടികൾ പൊതുവെ മനസ്സിൽ പോലും ഈ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവത്തേ ഇല്ല. അതാണ്, ഗേൾസിന് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ബോയ്സ് ഒന്നും സംസാരിക്കത്തുമില്ല. ഇതിനായിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അവരുടെ പാർട്ട്നേഴ്സുമായിട്ട് വഴക്കിടുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്സ് സൂക്ഷിക്കുന്നത് ഗേൾസ് ആണ്. അതായത് അവർക്ക് എല്ലാത്തിനോടും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോടും ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആകും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂച്ചയെ വളർത്തുകയാണ്. ആ പൂച്ച കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചത്തുപോയി. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഗേൾസ് ആയിരിക്കും. ആൺകുട്ടികൾക്കും വിഷമമുണ്ട്, വിഷമമില്ല എന്നല്ല. ഗേൾസ് ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വിഷമം ഗേൾസിനായിരിക്കും. അവർക്ക് ഒരു 3-4 മാസത്തേക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നവരായിരിക്കും ഗേൾസ്. ആൺകുട്ടികളാണെങ്കിലോ ഈ ഒരു സെയിം കാര്യം ആൺകുട്ടികളുടെ ലൈഫിലാണ് നടക്കുന്നതെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ അവരത് മറന്നുപോകും, പിന്നെ അവർ ആ ഒരു കാര്യം ഓർക്കത്തില്ല. എന്നാൽ ഗേൾസ് ഈ ഒരു സെയിം കാര്യം ഒരു 4 മാസമെങ്കിലും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് വിഷമിച്ച് നടക്കുന്നവരാണ്. അതായത് അറ്റാച്ച്മെൻറ്റ്സ് കൂടുതലുണ്ടാകുന്നത് എപ്പോഴും ഗേൾസിനായിരിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്,
പെൺകുട്ടികളുടെ നാക്കിന് നീളം കൂടുതലാണ് എന്ന്. അതേപോലെ തന്നെയാണ് അവരുടെ കഴുത്തും. അതായത് പെൺകുട്ടികളുടെ നാക്കിന് നീളമുണ്ട് എന്നല്ല പറയുന്നത്, പെൺകുട്ടികളുടെ കഴുത്തിന് നീളമുണ്ട്. അതായത് ആൺകുട്ടികളുടെ കഴുത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ കഴുത്തിനായിരിക്കും കുറച്ച് അധികം നീളമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അത് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജുണ്ട്, ആ ഒരു പേജിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പുള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 6 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.